അവധി ദിവസങ്ങൾ അടുപ്പിച്ച് കിട്ടുകയാണ്. സ്വാഭാവികമായും ഫാമിലിയായിട്ട് തിയേറ്ററിലേക്ക് പോകാൻ പറ്റിയ സമയമാണ്. അങ്ങനെ അനവധി കുടുംബങ്ങൾ തിയേറ്ററുകളിലേക്ക് എത്തുന്നുണ്ട്. ഇന്ന് എൻ്റെ അടുത്തിരുന്ന ഒരു കുട്ടി അച്ഛനോട് കഥയെക്കുറിച്ചൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം എന്ന് പറയുന്ന സിനിമയാണ്. അപ്പോൾ ഓരോ കാര്യങ്ങളും കാണുമ്പോൾ കുട്ടി ചോദിച്ചുകൊണ്ടിരിക്കുന്നു, അത് അച്ഛനിങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇടയ്ക്കൊരു സ്ഥലത്ത് എനിക്കൊരു ചെറിയ കല്ലുകടിയായിട്ട് തോന്നിയെങ്കിലും ഭയങ്കര രസമായിരുന്നു, ഭയങ്കര ക്യൂട്ടായിരുന്നു. പിന്നെ ആ ഒരു വൈബിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഒരു ഒഴുക്കിന് പോകുന്ന രീതിയിലാണ് ഈ സിനിമ എടുത്ത് വെച്ചിരിക്കുന്നത് എന്നെനിക്ക് ഫീൽ ചെയ്തു. ഈ സിനിമയിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലാവുമോ എന്നെനിക്കറിയില്ല. ഒരുപാട് റെഫറൻസുകൾ നമുക്ക് കണക്ട് ചെയ്ത് പറയാൻ പറ്റും. ഉദാഹരണത്തിന് ഈ സിനിമയിൽ ഒരു സീനിൽ, വളരെ പ്രധാനപ്പെട്ട ഒരു സീനിൽ ഒരു തിയേറ്റർ കാണിക്കുന്നുണ്ട്. അവർക്കൊരു റാൻഡം തിയേറ്റർ കാണിച്ചാൽ മതി. പക്ഷേ തങ്കം സിനിമാസ് എന്ന് പറയുന്നൊരു തിയേറ്ററാണ് അവരവിടെ കാണിച്ചിരിക്കുന്നത്. ഈ തങ്കം എന്ന പേരിൽ മധുരയിൽ ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു. ആ തിയേറ്ററിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ അറിയോ? ഒരു കാലത്ത് ഏഷ്യയിലെ ഏറ്റവും വലിയ തിയേറ്ററായി അറിയപ്പെട്ടിരുന്ന തിയേറ്ററാണ്. 2500-ലധികം ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന തിയേറ്ററായിരുന്നു അത്. ആൻഡ് ഒരു ചെറിയ റഫ് കണക്ക് ദി ഹിന്ദു പത്രത്തിലുണ്ടായിരുന്നു. അവരുടെ ഒരു റൈറ്റപ്പിൽ ഞാൻ റേഡിയോയിൽ ഷോ ചെയ്യാൻ വേണ്ടിയിട്ട് മുമ്പെടുത്ത് വായിച്ചതാണ്. അതായത് ഈ തിയേറ്ററിലെ 50 ഷോ എന്ന് പറയുന്നത് മറ്റൊരു തിയേറ്ററിലെ 500 ഷോ കളിക്കുന്നതിന് തുല്യമാണെന്ന്. ഈ തിയേറ്ററിൽ, തങ്കം തിയേറ്ററിൽ 170 ദിവസത്തോളം നിറഞ്ഞ സദസ്സിൽ ഓടിയിട്ടുള്ള സിനിമകൾ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. സിനിമയുടെ ഒരു സുവർണ്ണ കാലഘട്ടം എന്ന് പറയുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ ഇവിടെയായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനുണ്ട്. ഒരു പേര് കാണിക്കുമ്പോൾ, ഒരു ബോർഡ് കാണിക്കുമ്പോൾ, ഒരാൾ വന്നൊരു ഡയലോഗ് പറഞ്ഞിട്ട് പോകുമ്പോൾ നമുക്ക് റെഫർ ചെയ്യാൻ ഒരുപാട് പോയിന്റുകൾ ഇട്ടിട്ടാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. പിന്നെ കുറച്ച് കോടമ്പാക്കം കഥകളും കൂടി അറിയാമെന്നുണ്ടെങ്കിൽ ഒരുപാട് ചിന്തിക്കാനും ഓർക്കാനും ഒക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള കോടമ്പാക്കം കഥകളെക്കുറിച്ച് അറിയാൻ ഒരാഗ്രഹമുണ്ടോ? ഒരു കാലത്ത് മലയാള സിനിമയുടെ സ്വപ്നഭൂമി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്നൊരു സ്ഥലമായിരുന്നു. സിനിമ എന്ന് പറയുന്ന സ്വപ്നമായിട്ട് അവിടെ എത്തിയ അജ്ഞാതരായിട്ടുള്ളവരും പിന്നീട് പ്രശസ്തരായി തീർന്നവരുമായ ഒരുപാട് പേരുടെ കഥകളുണ്ട്. അതൊക്കെ കേൾക്കാൻ പറ്റുന്ന ഒരു ഷോ കുക്കു FM-ൽ അവൈലബിൾ ആണ്. അതിന് അവർ കൊടുത്തിരിക്കുന്ന ഈ ടൈറ്റിൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്നാണ് ആ ഷോയുടെ പേര്. ഇത് മാത്രമല്ല, അനവധി ഓഡിയോ കോണ്ടന്റ് അവൈലബിൾ ആയ, ഒരു പക്ഷേ വളരെയധികം ചർച്ചയായി മാറിയ കുറേ പുസ്തകങ്ങളില്ലേ? S. ഹരീഷിൻ്റെ മീശ, KR മീരയുടെ ആരാച്ചാർ തുടങ്ങി അനവധി ഓഡിയോ കോണ്ടന്റ്. പക്ഷേ ഈ ഓഡിയോ കോണ്ടന്റ് ഒക്കെ ഫ്രീ ആയിട്ട് നമുക്ക് കേൾക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ അതൊരു നമ്മൾ ട്രൈ ചെയ്ത് നോക്കേണ്ട ഫീച്ചറല്ലേ. 7 ദിവസത്തേക്ക് കുക്കു FM-ൻ്റെ പ്രീമിയം ഫീച്ചേഴ്സ് നമുക്ക് ഫ്രീ ആയിട്ട് തരുകയാണ്. അത് യൂസ് ചെയ്ത് നോക്കിയിട്ട്, എന്ന് വെച്ചാൽ നമ്മൾ ഒന്നുകൂടി വായിച്ചറിയണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളതും വായിച്ചിട്ടില്ലേ എന്ന് നാട്ടുകാർ നമ്മളോട് ചോദിക്കുന്നതുമായ ഒരുപാട് ഓഡിയോ കോണ്ടന്റ്, നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറോടുകൂടി നമുക്ക് വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളുടെ ശബ്ദത്തിൽ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് വരെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ചെയ്യേണ്ട എത്രയേ ഉള്ളൂ, ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക, കുക്കു FM ഡൗൺലോഡ് ചെയ്യുക, 7 ദിവസത്തേക്ക് പ്രീമിയം ഫീച്ചേഴ്സ് എല്ലാം എൻജോയ് ചെയ്യുക. ആൻഡ് അതിനുശേഷം സബ്സ്ക്രിപ്ഷൻ എടുക്കണമെന്ന് തോന്നുകയാണെങ്കിൽ, ഉറപ്പായിട്ട് തോന്നും, അങ്ങനെ തോന്നുമ്പോൾ ഉണ്ണി50 എന്ന കൂപ്പൺ കോഡ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ 50% ഡിസ്കൗണ്ട് അവരുടെ വരി സംഖ്യയിൽ നിങ്ങൾക്ക് കിട്ടും. സോ കുക്കു FM ഡൗൺലോഡ് ചെയ്യൂ, നന്നായി നേരം കളയൂ, മേക്ക് എവറി മിനിറ്റ് മാറ്റർ. വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ, ഇത് തുടങ്ങുന്ന സമയത്ത് എനിക്ക് ഏറ്റവും രസമായിട്ട് തോന്നിയത് എന്താ അറിയോ? ഫസ്റ്റ് വർഷങ്ങൾക്ക് മുൻപ് എന്ന് എഴുതി കാണിക്കും, കുറച്ച് കഴിഞ്ഞ് മാസങ്ങൾക്ക് മുമ്പ്, മാസങ്ങൾക്ക് ശേഷം എന്നൊക്കെ എഴുതി കാണിച്ച് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ എൻ്റെ അടുത്തിരുന്നൊരു കുട്ടി ഇതെങ്ങനെയെങ്കിലും ഒരു ഫോട്ടോ എടുത്ത് ഇവർക്ക് സ്റ്റാറ്റസ് ആക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഫോൺ പൊക്കും, ഇത് ഓരോ എഴുത്ത് വരുമ്പോഴും. അങ്ങനെ കുറച്ചൊന്ന് വലിപ്പിച്ചു, എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ ഈ ഫോണിൻ്റെ ലൈറ്റ് ഇങ്ങനെ ഓൺ ആയിരിക്കുന്നതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു. എനിവേ, ഈ സിനിമയുടെ പോസിറ്റീവ്സിലേക്ക് കിടക്കുമ്പോൾ ഒന്നാമത്തെ പോസിറ്റീവായിട്ട് എനിക്ക് അനുഭവപ്പെട്ടത് ഇതിൻ്റെ സംഗീതം തന്നെയാണ്. ഗംഭീരമായിട്ട് വന്നിട്ടുണ്ട്. പാട്ടുകളൊക്കെ ഇങ്ങനെ മനസ്സിൽ നിൽക്കുന്ന പോലെ, എന്ന് വെച്ചാൽ ഒരു പാട്ടിൽ നിന്ന് അടുത്തതിലേക്ക് പോവുക. ഇതിങ്ങനെ പാട്ടുകൾ കൊണ്ട്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊണ്ടൊക്കെ കണക്ട് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ആ കണക്ഷനൊക്കെ വളരെ കൃത്യമായിരുന്നു, അല്ലെങ്കിൽ ഭയങ്കര രസമായിട്ട് പോകുന്ന പോലെ എനിക്ക് തോന്നി. അതുപോലെ തന്നെ ജ്ഞാപകം എന്ന് പറയുന്ന ട്രാക്ക്, അതായത് ഈ സിനിമ ഉടനീളം ഈ സംഭവം നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടക്കും. സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഞാൻ ബൈക്ക് ഓടിച്ച് വരുമ്പോഴും ജ്ഞാപകം പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഫീലാണ്, ഒരു വൈബ് നമുക്ക് തരുന്ന ഒരു ട്രാക്ക് തന്നെയാണ്. അമൃത് രാംനാഥിൻ്റെ സംഗീതം ഗംഭീരമായിരുന്നു. രണ്ടാമത്തെ പോസിറ്റീവ് ഫ്രണ്ട്ഷിപ്പിൻ്റെ ഫീലാണ്. അതെനിക്ക് സിനിമയിൽ ഉടനീളം കിട്ടി എന്നൊന്നും ഞാൻ പറയില്ല. 1-2 പോയിന്റുകൾ എനിക്ക് ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നി, എന്നെ വല്ലാണ്ട് ടച്ച് ചെയ്യുന്നത് പോലെ തോന്നി. പക്ഷേ അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ, ഇതിൽ ഈ ഫ്രണ്ട്ഷിപ്പ് എലമെൻ്റ് അവർ ശരിക്കും വർക്കൗട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് പ്രണവിൻ്റെയും ധ്യാൻ്റെയും ഇടയിലാണ്. അതെനിക്ക് ഒരു പരിധി കഴിഞ്ഞപ്പം കുറച്ചിങ്ങനെ വലിഞ്ഞ് നീണ്ട് പോകുന്ന പോലെ തോന്നി. അവർക്കിടയിൽ ഒരു ബോണ്ടിങ് ഉണ്ട് എന്നുള്ളത് ഫസ്റ്റ് എസ്റ്റാബ്ലിഷ് ചെയ്തതിന് ശേഷവും പിന്നീടും പല സീനുകൾ ഇങ്ങനെ ഇട്ടിട്ട് കുറച്ചും കൂടി സ്ട്രോങ് ആക്കാൻ വേണ്ടി ശ്രമിക്കുന്ന പോലെ അങ്ങനെ ഒരു വലിച്ചിലായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടതെങ്കിൽ പോലും ആ 1-2 സീക്വൻസുകൾ, അത് നമ്മൾ ടച്ച് ചെയ്യേണ്ട സീനുകൾ എനിക്ക് നല്ലോണം ടച്ചായിട്ടുണ്ട്. മൂന്നാമത്തെ പോസിറ്റീവ്, അതാണ് ഈ സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ ഉള്ള എൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് നിവിൻ പോളി. സാധാരണ നമ്മൾ ഈ പോസിറ്റീവ്സൊക്കെ പറയുമ്പോൾ പെർഫോമൻസുകൾ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അഭിനേതാക്കളുടെ പെർഫോമൻസുകൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് പറയുന്നത്. പക്ഷേ നിവിൻ പോളി ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവാണ്. വിനീത് ശ്രീനിവാസൻ ഒരുപാട് ഇൻ്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 5 പേരുണ്ടെങ്കിൽ ഈ സിനിമ ചെയ്യുള്ളൂ എന്ന കാര്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ 3 പേരെ ഒത്തു വന്നപ്പോഴാണ് ധ്യാൻ, പ്രണവ്,
നിവിൻ, ഈ 3 പേര് ഒത്തു വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ സിനിമയായിട്ട് മുന്നോട്ട് പോയതെന്ന്. അതിൽ ധ്യാനിൻ്റെ പ്രണവിൻ്റെ കഥാപാത്രങ്ങൾ ചെയ്യാൻ മലയാളത്തിൽ വേറെ ആർട്ടിസ്റ്റുകളില്ല എന്ന് പറയത്തക്ക രീതിയിലൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ബട്ട് സ്റ്റിൽ അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, മോശമാക്കി എന്നല്ല ഞാൻ പറയുന്നത്. ധ്യാൻ നമുക്ക് എടുത്തു പറയാവുന്നൊരു പെർഫോമൻസ് തന്നെയാണ്. പക്ഷേ നിവിൻ പോളി ചെയ്തിരിക്കുന്ന ക്യാരക്ടർ അത് ചെയ്യാൻ മലയാള സിനിമയിൽ നിന്നല്ല ഇന്ത്യൻ സിനിമയിൽ തന്നെ വേറൊരു ആർട്ടിസ്റ്റ് ഇല്ല. കാരണം ആ കഥാപാത്രത്തിൻ്റെ ഓരോ ഡയലോഗുകളും അയാൾക്ക് വേണ്ടി എഴുതപ്പെട്ടിട്ടുള്ളതാണ്. മറ്റേ ടൈലർ മെയ്ഡ് എന്ന് പറയുന്ന പോലെ അത് അയാൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അയാൾ പറഞ്ഞാലേ ഇതിൻ്റെ പഞ്ച് നമുക്ക് കിട്ടും. കാര്യം ഇത് പുള്ളിയുടെ ജീവിതത്തിൽ നിന്ന് ചീന്തിയെടുത്ത് ഏടുന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ക്യാരക്ടറാണ്. അതിനെ അസാമാന്യമാം വിധം ഗംഭീരമായിട്ട് നിവിൻ പോളി ചെയ്തിട്ടുണ്ട്. അതായത് നിവിൻ പോളി സ്ക്രീനിൽ വരുന്ന അത്രയും സമയം നമുക്ക് കൈയടിക്കാൻ തോന്നുന്ന പോലെ നമുക്ക് പൊട്ടിച്ചിരിക്കാനുള്ള മൊമെൻറ്റുകളൊക്കെ ഇട്ടിട്ട് വളരെ രസമായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ശരിക്കും നിവിൻ പോളിയുടെ ഈ സിനിമയിലെ പെർഫോമൻസ് കണ്ടപ്പോൾ മറ്റേ മിഥുനം സിനിമയിൽ ജഗതി ചേട്ടൻ തേങ്ങ ഉടക്കി സ്വാമി എന്ന് പറഞ്ഞ് നിൽക്കുന്ന പോലത്തെ ഒരു ഫീലായിരുന്നു. അതായത് ഈ നിവിൻ പോളിനെ ഇങ്ങനെ പെർഫോം ചെയ്യുന്നൊരു ഗംഭീര പെർഫോമറെ ഞങ്ങൾക്ക് തരൂ എന്ന് നമ്മൾ ഈ സിനിമയിലെ സംവിധായകരോടും തിരക്കഥാകൃത്തുക്കളോടും ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അത് നിർത്തിയിട്ട് നമ്മൾ തന്നെ എഴുതി ഉണ്ടാക്കണം എന്നൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നത് പോലെ അത്രയും രസമായിട്ട് അങ്ങനെ പെർഫോം ചെയ്തിട്ടുണ്ട്. അടുത്ത പോസിറ്റീവ് ഈ സിനിമയിലെ റെഫറൻസുകളാണ്. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ റെഫർ ചെയ്ത് പോകുന്നുണ്ട്. ആ മുറിയിൽ ഇന്ന ആളുണ്ടായിരുന്നു, ഇങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ചില സീക്വൻസുകൾ കാണിക്കുമ്പോൾ അതുപോലെ ചില ആളുകളുടെ വേഷഭൂഷാദികളിലൊക്കെ അവർ കുറേ റെഫറൻസുകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. അതൊക്കെ എനിക്ക് നന്നായിട്ടാണ് അനുഭവപ്പെട്ടത്. അതുപോലെ തന്നെ കുറേ കുത്തുന്ന ഡയലോഗുകളും സിനിമയിലുണ്ടായിരുന്നു. അതൊക്കെ വളരെ രസമായിരുന്നു. പ്രത്യേകിച്ച് ഞാനിങ്ങനെ മീഡിയയിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ചിലരെക്കുറിച്ച് പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങളുണ്ട്, ചിലത് നമ്മുടെ അനുഭവത്തിൽ വരും. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ കൊണ്ട് പലപ്പോഴായി ഫേസ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നല്ല രസമായിട്ട് ട്രോളി വെച്ചിട്ടുണ്ട്. അതൊക്കെ എനിക്ക് രസമായിട്ട് തോന്നി. അതൊക്കെ നിവിൻ പോളിയുടെ കയ്യിൽ വളരെ ഭദ്രവുമായിരുന്നു. പിന്നെ പറയാനുള്ളത് വിഷ്വലിനെ കുറിച്ചിട്ടാണ്. ഒരു ഫീൽ ഗുഡ് സിനിമയാക്കാൻ വേണ്ടുന്ന വിഷ്വൽസ് എങ്ങനെയാണോ ഒരു സാധാരണ ഒരു ഫീൽ ഗുഡ് സിനിമയിൽ നമ്മൾ കാണുക, അതൊക്കെ തന്നെയാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. എനിക്ക് അങ്ങനെ ഒരു ഇതുവരെ കണ്ടിട്ടില്ലാത്തത്രയും ഗംഭീരമായ എന്നങ്ങനെ പറയാൻ തോന്നുന്നില്ല. പിന്നെ ഓഫ് കോഴ്സ് എല്ലാവരുടെയും പ്രകടനങ്ങൾ മികച്ചത് തന്നെയായിരുന്നു. നമുക്കൊരാളെ മോശമെന്നൊന്നും പറയാനില്ല. വളരെ നല്ല രീതിയിൽ എല്ലാവരും പെർഫോം ചെയ്തിട്ടുണ്ട്. എടുത്തു പറയുമ്പോൾ ധ്യാൻ, പ്രണവിൻ്റെ പ്രകടനം എനിക്കൊരു പരിധിവരെ ഓക്കെ ആയിരുന്നു. ഷാൻ റഹ്മാൻ നല്ല രസമുണ്ടായിരുന്നു. കുറച്ച് സീനുകളേ ഉള്ളൂ, പക്ഷേ അത് പുള്ളി രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ബേസിൽ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ ഇൻ്റർവ്യൂവിൽ ട്രോൾ ചെയ്ത പോലെയൊന്നുമല്ല. ബേസിലിന് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. അത് ബേസിൽ നല്ല കൃത്യമായിട്ടുള്ള സ്കെയിലിൽ ഡെലിവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഭഗത് വളരെ രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ ആളുകൾ ഈ സിനിമയിലുള്ള എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ച് ആളുകൾ ഇങ്ങനെ ഓർത്തോർത്ത് വരുമ്പോൾ ഇയാൾ കൊള്ളായിരുന്നു കേട്ടോ എന്ന് നമുക്ക് പറയാൻ തോന്നുന്ന പോലെ എല്ലാവരും രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ധ്യാനിൻ്റെ ഒരു ഡയലോഗ് ട്രെയിലറിൻ്റെ അവസാനം നമ്മൾ കേൾക്കുന്ന പോലെയാണ് ഈ സിനിമയിലും എല്ലാവരും ഉണ്ട്. അപ്പോൾ ഇത്രയും പേരുടെ പേരുകൾ നമുക്ക് ഓർത്തിരിക്കാൻ, അല്ലെങ്കിൽ ചില ആൾക്കാരുടെ പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല, അവരഭിനയിച്ച മുൻ സിനിമകളൊക്കെയാണ് വരിക. അപ്പോൾ എല്ലാം പെറുക്കി പറയാമെന്ന് പറയുന്നത് വളരെ സമയമെടുത്ത് ചെയ്യേണ്ട ഒരു പരിപാടിയാണ്. എല്ലാവരും രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് എടുത്തു പറയണമെന്ന് തോന്നുന്നൊരു കാര്യം ഇതിലെ മേക്കപ്പാണ്. ഇവരുടെ പ്രായമായ വേഷങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആ സമയത്ത് അവർ സ്കിന്നിലൊക്കെ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്. കുറച്ച് ഡീറ്റെയിലിംഗ് അവർ ചെയ്തിട്ടുണ്ട്. പ്രണവിൻ്റെയൊക്കെ കുറച്ച് ക്ലോസ് വരുമ്പോൾ ഒക്കെ നമുക്ക് കവിളിലൊക്കെ അത് കാണാൻ പറ്റും. ഏജിൻ്റെതായിട്ടുള്ള സാധനങ്ങളൊക്കെ കുറച്ച് രസമായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ നന്നായി ചെയ്തിട്ടുണ്ട്. അത് അപ്രിഷ്യേറ്റ് ചെയ്യപ്പെടേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നു. ഇനി നെഗറ്റീവ് സൈഡ് എന്തെങ്കിലും ഫീൽ ചെയ്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സിനിമയുടെ ലെങ്ത്ത് തന്നെയാണ് തോന്നിയത്. അതായത് കുറച്ച് സീനുകൾ, അതായത് ഇത് നടക്കും എന്ന് നമുക്കറിയാമല്ലോ, പക്ഷേ ഇത് നടക്കുന്നതിന് മുമ്പുണ്ടല്ലോ ഇതിങ്ങനൊരു സംഭവം ഉണ്ടായി, നടക്കുന്നതിന് മുമ്പുണ്ടല്ലോ പിന്നെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറയുന്ന പോലെ ഇങ്ങനെ നീണ്ട് ഇൻസിഡൻസ് ഒക്കെ കാണിക്കണം. പക്ഷേ അതിനൊരു കൂടുതൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വളഞ്ഞ് ചുറ്റി. പക്ഷെ അതൊരു വലിയ പ്രശ്നമല്ല. ഈ സിനിമ എൻജോയ് ചെയ്യാൻ പറ്റാത്ത അത്രയും ഒരു വലിയ പ്രശ്നമായിട്ട് തോന്നിയില്ല. പക്ഷേ എനിക്കൊരു കൂടുതൽ സിനിമയ്ക്കുണ്ടെന്ന് ഫീൽ ചെയ്തു. ഓവറോൾ പറയുകയാണെങ്കിൽ ഒരു ഓക്കേഷ് ഫീൽ ഗുഡ് ടിപ്പിക്കൽ വിനീത് ശ്രീനിവാസൻ സ്റ്റഫൊക്കെ ഉള്ളൊരു സിനിമയാണ്. ആൻഡ് ഒരു വലിയ ഓർമ്മപ്പെടുത്തലാണ്. നിവിൻ പോളി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, അതെന്ത് സംഭവമാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തൽ. പക്ഷേ ഇതെൻ്റെ മാത്രം അഭിപ്രായമാണല്ലോ. നിങ്ങളുടെ അഭിപ്രായം ചിലപ്പോൾ നേരെ തിരിച്ചായിരിക്കും. ചിലപ്പോൾ ഒരു അതിഗംഭീര സിനിമയായിരിക്കും, ചിലപ്പോൾ അത്രയ്ക്കൊരു സംഭവമായിട്ട് തോന്നിയിട്ടുണ്ടാവില്ല. അതെന്താണെന്നുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് ആരോഗ്യപരമായ ചർച്ചകളൊക്കെ ആവാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.